കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനത്തു നിന്നുള്ള രാജിയാണ് കേരളത്തിലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം. അതൊരു മാധ്യമ ചർച്ചയുമായി മാറിയിരിക്കുന്നു. മാധ്യമപ്രവർത്തനം ജീർണിച്ചു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. അത് എത്ര കണ്ട് എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. കെ ശശീന്ദ്രന്റെ അശ്ലീല സംഭാഷണം അവസാനത്തെ നാഴികക്കല്ലാണ് എന്ന് മാത്രമേ പറയാനാകൂ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഇപ്പോൾ മംഗളം MD-യും എഡിറ്റർ ഇൻ ചീഫുമായ അജിത് കുമാർ, PM മനോജ്, ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ, ധന്യാരാമൻ, ദളിത് ആക്ടിവിസ്റ്റ്, ഒപ്പം തന്നെ NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ, NP ചേക്കുട്ടി തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ ഇപ്പോൾ നമ്മോടൊപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ. ആദ്യം ശ്രീ അജിത് കുമാർ, ഞാൻ മാധ്യമപ്രവർത്തന രംഗത്തേക്ക് കടക്കുമ്പോൾ ഒരു ദൂരദർശനുണ്ട്, പിന്നെ വേറെന്തിനാണ് ഒരു ദൂരദർശൻ എന്നൊരു ചോദ്യമാണ് ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നത്. കാരണം പരസ്യ വരുമാനം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇന്ത്യ വിഷനിലേക്ക് വരുമ്പോൾ മലയാളത്തിലൊരു ന്യൂസ് ചാനലോ എന്ന ചോദ്യമായിരുന്നു. കാരണം ഒരു ന്യൂസ് ചാനലിന് കേരളത്തിലെ വിപണിയിൽ നിലനിൽക്കാനാകുമോ എന്ന ചോദ്യമുണ്ട്. ഇന്ന് 10ഓളം ന്യൂസ് ചാനലുകൾ വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ നിലനിൽപ്പിനുള്ള പോരാട്ടമല്ലേ പുതിയ എൻട്രിയായ മംഗളം നടത്തുന്നത്? ഒരിക്കലുമല്ല. കാരണം മംഗളം പത്രത്തെ സംബന്ധിച്ചിടത്തോളം അടിത്തറയുണ്ട്. ₹1 വാടക കൊടുക്കാത്ത ഒരു ചാനൽ, അതാണ് മംഗളം. ₹1 ലോൺ എടുക്കാത്ത ഞങ്ങളുടെ ബ്യൂറോ പത്രവും ചാനലും തമ്മിൽ സിനർജി വർക്കൗട്ട് ചെയ്തുകൊണ്ട് ബ്യൂറോ ചീഫ് പത്രത്തിനും ചാനലിനും ഒന്ന്, ആ സൗകര്യം നികേഷിനില്ല. മറ്റ് പത്രമുള്ള ചാനലുകളുണ്ട്, അവരാ സൗകര്യം ഉപയോഗിക്കുന്നില്ല, അവരുടെ സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് നിലനിൽക്കുന്നതിന് ഒരു ആഡംബരവും അഹങ്കാരവും ഇല്ലാത്ത ഒരു ചാനലാണ്. അക്കാര്യത്തിൽ താങ്കളുടെ വിശദീകരണം ഞാൻ പ്രാഥമികമായി എടുക്കുന്നു. പക്ഷേ ഈ ശശീന്ദ്രന്റെ അശ്ലീല സംഭാഷണത്തിന്റെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് മാധ്യമ രംഗത്ത് നിന്നു തന്നെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങൾ, ശ്രീ അജിത് കുമാർ, അതിനകത്ത് ഒരു ഉത്തരവാദപ്പെട്ട പദവി വഹിക്കുന്ന താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് മാധ്യമ പ്രവർത്തനമല്ല, അമേധ്യ പ്രവർത്തനമാണ് എന്നുവരെ ആളുകൾ പറയുന്നു. ഇങ്ങനെയൊരു സ്ത്രീക്ക് ഒരു മന്ത്രിയിൽ നിന്ന് ഉണ്ടായ തിക്താനുഭവം അവരെ നിരന്തരം ശല്യപ്പെടുത്തുന്നു. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഇത് പൊതുജനങ്ങൾ അറിയണം എന്ന ആഗ്രഹത്തോടെ ഇതിൻ്റെ ഓഡിയോ ശബ്ദരേഖ മംഗളം ചാനലിൻ്റെ ഒരു ലേഖകന് നൽകിയാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തമസ്കരിക്കണോ? തമസ്കരിച്ചാൽ പറയും കെ ശശീന്ദ്രനിൽ നിന്നും 5 കോടി വാങ്ങിയിട്ട് തമസ്കരിച്ചു എന്ന് ആര് പറയും? ആൾക്കാർ പറയും. ഇത് അറിയുന്നവർ പറയും. ഇത് തമസ്കരിച്ചാൽ ഈ ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ട് അത് പോക്കറ്റിൽ വെച്ചിരുന്നെങ്കിൽ പറഞ്ഞേനെ. ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്നപ്പോഴല്ലോ റെജീനയുടെ ശബ്ദരേഖ നിങ്ങൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്ത് റെജീന നടത്തിയ വാർത്താ സമ്മേളനം ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. എന്റെ ചോദ്യം, ഇന്റർവ്യൂ കിട്ടിയാലും നിങ്ങൾ കൊടുക്കുമായിരുന്നു. ആ ഇന്റർവ്യൂ കിട്ടിയാലും എന്തുകൊണ്ട് കൊടുത്തു? അതൊരു മന്ത്രി അധികാര ദുർവിനിയോഗം നടത്തി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ഇന്റർവ്യൂ കൊടുക്കാത്തതുകൊണ്ട് കൊടുക്കാതിരിക്കണോ? ഇന്റർവ്യൂ അല്ല, ശബ്ദരേഖയാണ്. അത് ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്ത്രീ പുറത്തു വരാതെ അവരുടെ ഐഡന്റിറ്റി കണ്ട മാധ്യമങ്ങളും പോലീസും മറ്റു പൊതുസമൂഹവും അവരെ കൊത്തിപ്പറിക്കും എന്നതുകൊണ്ടായിരിക്കാം അവർ ധൈര്യപൂർവ്വം പുറത്തു വരാം. അജിത് കുമാർ, എന്തുകൊണ്ട് ഈ വിഷയത്തിലേക്ക് തിരികെ വന്നാൽ എന്തുകൊണ്ട് ആ സ്ത്രീക്കൊരു പരാതിയില്ല? ഈ സ്ത്രീ തൻ്റെ സംഭാഷണം അതിൽ നിന്ന് മാറ്റി കെ ശശീന്ദ്രന്റെ സംഭാഷണം മാത്രം താങ്കളുടെ ചാനലിന് നൽകുമ്പോൾ 2-3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നതായും പ്രമുഖ മാധ്യമ പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, ആ സ്ത്രീക്ക് പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? എന്തുകൊണ്ട് ആ സ്ത്രീ സ്വന്തം സംഭാഷണം മായ്ച്ചു കളഞ്ഞു? നിങ്ങൾക്കറിയേണ്ടത്, പൊതുസമൂഹത്തിന് അറിയേണ്ടത്, പ്രമുഖ മാധ്യമ പ്രവർത്തകർ എന്ന് നികേഷ് പറഞ്ഞവർക്ക് അറിയേണ്ടത് ഈ സ്ത്രീയുടെ വിവരങ്ങളാണ്. സ്ത്രീ എന്ത് പറഞ്ഞു? സ്ത്രീ ആരാണ്? അവളുടെ അന്തർനാടകങ്ങളാണ്. അതല്ലല്ലോ അറിയേണ്ടത്. എന്റെ ചോദ്യം, ഒരു മന്ത്രി എന്ത് പറഞ്ഞു എന്നല്ലേ? ഒരു അധികാരി, ഈ രാജ്യത്തെ പൊതുഖജനാവിൽ നിന്ന് പണം വാങ്ങുന്ന അധികാരി, നമ്മളെ എന്തും ചെയ്യാൻ ഭരിക്കാനുള്ള അധികാരി ഒരു സ്ത്രീയോട് എന്ത് ചെയ്തു എന്നല്ലേ അറിയേണ്ടത്? ഇതിനകത്ത് മാധ്യമ വിമർശനമായിക്കൊള്ളട്ടെ, അതിനകത്ത് എല്ലാവർക്കും കൂടിയും കുറഞ്ഞും ഉത്തരവാദിത്തം ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഒരു മന്ത്രി സംസാരിക്കേണ്ടത് പോലെ, ഞാൻ ആ ടേപ്പ് കേട്ടിട്ടില്ല, പക്ഷേ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു മന്ത്രി സംസാരിക്കേണ്ട സാംസ്കാരിക നിലവാരം എന്തായാലും ആ അശ്ലീല സംഭാഷണത്തിലില്ല എന്ന് തന്നെയാണ്.
മിസ്റ്റർ അജിത് കുമാർ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ടായി, ആരാണ് ഇതിൻ്റെ പരാതിക്കാരി എന്നുള്ളത് പറയുന്നില്ല. ചില സിനിമയിലൊക്കെ പോലെ അവസാനമേ ആ പരാതിക്കാരി രംഗത്ത് വരികയുള്ളൂ എന്നുള്ള നിലയിലാണോ എന്നറിഞ്ഞുകൂടാ. ഏത് വിഷയമാണെങ്കിലും അതിലൊരു പരാതിക്കാരുണ്ടാകണം. അല്ലാതെ നമ്മളൊരു മന്ത്രി സംസാരിച്ചു എന്ന് പറഞ്ഞ് മാത്രം ഇത് മറ്റു കേസ് പോലെയല്ല. ഒരു അഴിമതി ആരോപണമൊക്കെ ആണെങ്കിൽ അതങ്ങ് അന്വേഷണമൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നാൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ക്ലീൻ ചിറ്റ് കിട്ടി എന്നൊക്കെ പറയാം. ഇവിടെ മന്ത്രിക്ക് പറയാൻ പരാതിക്കാരി ഇല്ലാതെ പറയാൻ പറ്റില്ല എന്നാണോ? എന്തോ മന്ത്രിക്ക് പറയാം, അത് തെറ്റല്ല. പരാതിക്കാരിയെ നിങ്ങൾ എന്തുകൊണ്ട് ഹാജരാക്കുന്നില്ല എന്നതൊരു വാദമാണോ? അതാണോ? പിന്നെ അല്ലാതെ കോടതിയിൽ പരാതിക്കാരില്ലാതെ എങ്ങനെയാ കോടതിയിൽ ഒരു ഇതെടുക്കുന്നത്? കോടതിയല്ല, ഇത് പൊതുസമൂഹത്തിന് മുമ്പിലാണ്. പൊതുസമൂഹത്തിന്റെ കാര്യം ഡൈവേർട്ട് ചെയ്യുന്നത് ഉഴവൂരിന് പറയാനുള്ള ഉഴവൂര് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് അജിത്തിനോട് ചോദിക്കാനുള്ള സമയം ഉണ്ടാവുമല്ലോ. അജിത്ത് അതെ അതെ, ഇതിലിപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പൊതുസമൂഹം പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ധാരണയിലാണ്. മന്ത്രി പറഞ്ഞ കാര്യം ഇവിടെ രണ്ടുപേര് തമ്മിൽ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇതിപ്പോൾ സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. സംഭവിച്ചിട്ടില്ല എന്ന് എ കെ ശശീന്ദ്രൻ ഇത് എന്റെ സംഭാഷണമല്ല എന്നൊന്നും ഇതുവരെ പറഞ്ഞതായി എന്റെ അറിവിലില്ല. സംഭാഷണം അല്ല എന്നല്ല, ഇങ്ങനെ ഒരു അവരുമായി സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം. അങ്ങനെ ഒരു സ്ത്രീ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ശ്രീ ഉഴവൂർ വിജയൻ, എൻ്റെ ചോദ്യം വളരെ ക്ലിയർ ആയിരുന്നു, താങ്കൾക്കത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു മന്ത്രി, താങ്കൾ ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു അന്യ സ്ത്രീയോട് ഈ ഭാഷയിൽ സംസാരിക്കാൻ പാടുണ്ടോ? ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല. പക്ഷേ മന്ത്രി അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ. അതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുണ്ടോ? പറഞ്ഞു. എഴുന്നേറ്റോ പറയൂ ശ്രീ അജിത് കുമാറിന് ആ കാര്യത്തിൽ എന്തെങ്കിലും പറയാം. മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ പണി ഞാൻ നിർത്തും, ഈ ചാനൽ ഞാൻ പൂട്ടും. സാർ ഒരു മിനിറ്റ്. ഈ പറയുന്ന മംഗളം പത്രം ഉണ്ടല്ലോ, ഈ മംഗളം മാസിക, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇവര് സദാചാരം പഠിപ്പിക്കാൻ വരുന്നവരാണ്. ഈ കുട്ടികളെ വഴിതെറ്റിക്കുന്ന പല ഇതും ഇപ്പൊ നവമാധ്യമങ്ങളിൽ വരുന്നുണ്ട്. പിന്നെ ഇവരെന്താണ് ഈ സദാചാര ബോധം നടത്തുന്നത്? നമ്മൾ മംഗളം വാരിക വലിയ കുഴപ്പം കാണിച്ചത് എൻ്റെ പ്രായത്തിൽ എനിക്കറിയത്തില്ല, അങ്ങയുടെ പ്രായം എനിക്കറിയില്ല. മംഗളം വാരിക വലിയ പ്രശ്നം ചെയ്തെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പ്രശ്നം പഴയ ചരിത്രം എടുക്കാനാണ്, ഓരോരുത്തർക്കും ചരിത്രമുണ്ട്. നമ്മളിപ്പോൾ പ്രശ്നം എന്താ? മന്ത്രിയുടെ സംഭാഷണത്തെക്കുറിച്ചാണ്. അതേക്കുറിച്ച് സംസാരിക്കല്ലേ വേണ്ടത്. അല്ല, അതല്ലല്ലോ. നിങ്ങളുടെ ഇന്നലെ ഒരു പ്രസ്താവന കണ്ടിരുന്നു. ഞങ്ങൾ സ്ത്രീകളോടുള്ള ബഹുമാനം കൊണ്ടാണ്, സ്ത്രീകളോടുള്ള ആദരവ് കൊണ്ടാണ് ഞങ്ങളിത് പ്രകടിപ്പിക്കുന്നതെന്ന്. സ്ത്രീകളോട് ആദരവുണ്ടെങ്കിൽ സിനിമാ മംഗളത്തിൽ അച്ചടിച്ചു വരുന്ന പല ചിത്രങ്ങൾ കണ്ടു. അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? സിനിമാ മംഗളെ ഒത്തിരി അച്ചടിക്കുന്നു, താങ്കൾക്ക് അങ്ങനെ മനസ്സിലായി? അല്ല, അതെ, ആ വായനക്കാരനായതുകൊണ്ടല്ലേ. അല്ല, അതുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തിൽ ഒരു അതിർവരം ഉണ്ടോ, ഒരു രേഖയുണ്ടോ? ആ രേഖയ്ക്ക് അപ്പുറവും ഇപ്പുറവും എന്നെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള സൂചികകൾ ഉണ്ടോ? അതിൽ മംഗളം ആ സൂചിക കടന്നുപോയോ? തീർച്ചയായിട്ടും മാധ്യമം എന്ന് പറയുന്നത് മാധ്യമവും ജനങ്ങളും ഭരണകൂടവും തമ്മിലാണ് ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മാധ്യമധർമ്മം എന്നൊന്നില്ല, മാധ്യമ ബിസിനസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ കാര്യത്തിൽ മാധ്യമം പൊതുജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇതൊരു എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതാത് ചാനലിൻ്റെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളുടെ നിലനിൽപ്പിനെ ആശ്രയിച്ചാണ് ഇപ്പോഴത്തെ വാർത്തകൾ തന്നെ പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങൾ ഇടപെട്ട് നടത്തുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ അതിലുപരി നടക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലേക്കൊന്നും നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇന്നത്തെ നിലയിലുള്ള മാർക്കറ്റിന് അപ്പുറത്തേക്ക് ചാനലുകളുടെ ബാഹുല്യം ഉണ്ടായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ചാനലുകൾ തമ്മിലുള്ള മത്സരമാണ്. ആയിരിക്കില്ല നാളെ ഉണ്ടാവുക. കാരണം പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതിനേക്കാൾ വൃത്തികേടുകൾ കാണേണ്ടി വരും. പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടേതായിട്ടുള്ള മനോനില അനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇനി പുറത്തു കൊണ്ടുപോയി അതേ രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള മാനദണ്ഡം കൊണ്ടുവരണം. ആ മാധ്യമ പ്രവർത്തനത്തിനും കൃത്യമായിട്ടുള്ള മാനദണ്ഡം വേണം. നന്നായി പ്രവർത്തിക്കാത്ത, ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത മാധ്യമങ്ങൾ, ഈ ഓൺലൈൻ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ വ്യക്തികളെ തകർക്കാനായിട്ടാണ് ഓരോ മാധ്യമങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓരോ അജണ്ടയുടെ ഭാഗമായി ഓരോരുത്തരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയും കേരള ഗവൺമെന്റിലെ PRD-യില്ല, ഓൺലൈൻ രജിസ്ട്രേഷനില്ല, ഇത് ഇങ്ങനെ വാർത്തകൾ പടച്ച് കെട്ടിവിട്ട് മനോജ്, നമുക്ക് ശരിയാണ്, മാധ്യമം എന്ന നിലയിൽ ഒരുപാട്
ശരിക്കും പറഞ്ഞാൽ ഓരോ ടെലിവിഷനോ അല്ലെങ്കിൽ ഓരോ മാധ്യമത്തിനോ കേരളത്തിൽ സ്വന്തം ഓംബുഡ്സ്മാൻ ഉണ്ടാവുകയും വലിയ പ്രേക്ഷക നിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ കൈവിട്ടുപോയ കാര്യങ്ങൾ തിരികെ പിടിക്കാൻ കഴിയൂ എന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാകില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ വലിയ തോതിൽ എന്താ പറയുക ഒരു അസ്വസ്ഥമായ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കില്ലേ? 9 മാസങ്ങൾക്കുള്ളിൽ 2 മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വന്നു. ഒരാൾക്ക് ബന്ധു നിയമനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വേറൊരാൾക്ക് അശ്ലീല സംഭാഷണത്തിൻ്റെ പേരിൽ. ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകഴിവില്ലാത്ത കാര്യങ്ങളല്ലേ വളരെ വേഗത്തിൽ നടക്കുന്നത്. രാജിവെക്കുന്നത് ഒരു അശ്ലീലമാണെന്ന് തോന്നുന്നില്ല. ഇവിടെ വന്ന വാർത്ത അല്ലെങ്കിൽ മംഗളം ചാനൽ പുറത്തു കൊണ്ടുവന്ന വാർത്ത അതിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെതോ അല്ലെങ്കിൽ വാർത്തയുടേതോ അംശമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അങ്ങനെ വാർത്തയുടെ അംശം ഉണ്ടാകണമെങ്കിൽ മന്ത്രി നടത്തിയ അധികാര ദുർവിനിയോഗമായിരുന്നു അവരുടെ വാർത്തയാകേണ്ടത്. ഇതൊരു പുരുഷ ശബ്ദത്തിൻ്റെ മുക്രയിടൽ അതെങ്ങനെ വാർത്തയാവുന്നു എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു ചാനൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്നലെയാണ് ഇത് വന്നത്, ഇന്ന് ഒരു രാത്രി കഴിഞ്ഞു, 2ാമത്തെ രാത്രിയായി. ഇതുവരെ ഈ പരാതിക്കാരി ഇങ്ങനെ കുഴപ്പത്തിൽ ചാടിയ അല്ലെങ്കിൽ മന്ത്രി ഉപദ്രവിച്ച ആൾ ആരാണെന്ന് പുറത്തറിയണ്ട. അങ്ങനെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻ്റെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കാമായിരുന്നു. ഇവിടെ അങ്ങനെ ഒരിടത്തും ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. ഈ വർത്തമാനമല്ലാതെ പരാതിക്കാരി ഇല്ലാത്ത മറ്റെന്തെങ്കിലും അബ്യൂസ് ഇല്ലാത്ത ഒരു പുരുഷ ശബ്ദത്തിൻ്റെ മുക്രയിടൽ ഒരിക്കലും അബ്യൂസ് ആവില്ല. അങ്ങനെ അബ്യൂസ് ഇല്ലാത്ത ഒരു കേസ് വളരെ ചീപ്പായ ഒരു മാധ്യമ പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ എന്തിനാണ് മന്ത്രി രാജിവെച്ചത്? ഞങ്ങൾ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. മുക്രയിടലാണെങ്കിൽ മുക്രയുടെ തള്ളിക്കളയും. എത്രയോ വാർത്ത തെറ്റായി നമ്മുടെ ഒക്കെ പത്രത്തിൽ വരുന്നു, ചാനലിൽ വരുന്നു. തെറ്റായ വാർത്ത, അടിസ്ഥാനമില്ലാത്ത വാർത്ത. മനോജിനറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അതാലോചിച്ചു ഇതാലോചിച്ചു ചർച്ച ചെയ്തു എന്നൊക്കെ വരും. തെറ്റായ വാർത്തയാണെങ്കിൽ തള്ളിക്കളയുക, അല്ലെങ്കിൽ കേസ് കൊടുക്കുക. ശശീന്ദ്രൻ കേസ് കൊടുക്കാം. അങ്ങനെ അവഗണിക്കുന്നതിന് പകരം എന്തിന് മന്ത്രി രാജിവെച്ചു? അടിസ്ഥാനമില്ലെങ്കിൽ. ഇക്കാര്യത്തിൽ ഒരു പരാതിക്കാരി ഉണ്ടോ യഥാർത്ഥത്തിൽ? എൻ്റെ ചോദ്യം, ഒരു പരാതി ഉണ്ടെങ്കിലേ ഒരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. ഞാൻ ചോദിക്കേ, പരാതിക്കാരി ഉണ്ടെങ്കിൽ ആ പരാതിക്കാരി ഞങ്ങളുടെ ലേഖകനോട് പറഞ്ഞത്, ഞാൻ പരാതി കൊടുത്താൽ എന്നെ കൊത്തിപ്പറിക്കും, എന്നെ മാധ്യമങ്ങളും പോലീസും ഇവിടുത്തെ പൊതുസമൂഹവും കൊത്തിപ്പറിക്കും, എൻ്റെ ജീവിതം തകർക്കും. അപ്പോൾ അവരെ ഒളിപ്പിച്ചിരിക്കുകയാണോ? അല്ല, ഒളിപ്പിച്ചിരിക്കല്ല. അവരുടെ പെർമിഷൻ, അവരാവശ്യം വരുമ്പോൾ, അവർ സമ്മതിക്കുമ്പോൾ അവർ പുറത്തു വരും. അല്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ഒരു സോഴ്സിന്റെ പരാതി എന്താണ്? നിങ്ങളോട് ചാനലിനോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അവരുടെ പരാതി എന്താണ്? അവരുടെ പരാതി മന്ത്രി അവരെ നിരന്തരം ശല്യം ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു. ഇതിനകത്ത് കേട്ടിട്ടുള്ള സംഭാഷണങ്ങളുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെയില്ലാതെ ഇതിന്റെ ഈ ഭാഗം യഥാർത്ഥത്തിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നു. ഒരു കൺസെന്റഡ് സെക്സ് അല്ലെന്നാണ് അവർ പറഞ്ഞത്. കൺസെൻഷ്യൽ അല്ല, ഇത് അങ്ങോട്ട് മാത്രം ഇങ്ങനെ പറഞ്ഞു അല്ലെന്നാണ് അവർ പറഞ്ഞത്. ഒരു കാര്യം, ഐസാർ മംഗളത്തിന്റെ സീനിയറായ പത്രപ്രവർത്തകനാണ്. ഞാൻ ചോദിക്കട്ടെ, മംഗളത്തിന് ഒരു സംസ്കാരമൊക്കെ ഉണ്ട്. ആ സംസ്കാരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സംസ്കാരമാണ് നിങ്ങളുടെ ചാനൽ ലോഞ്ചിങ് നമ്മൾ കണ്ടത്. മന്ത്രി പറഞ്ഞത് അശ്ലീലം, കേട്ട കേരള സമൂഹം ഇത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുക. അച്ഛനും അമ്മയും കുട്ടികളും എല്ലാം നിന്ന് നിങ്ങളുടെ ലോഞ്ചിങ് നോക്കിയിരുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്നറിയാമോ? കുട്ടികൾക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുമോ? നിങ്ങൾ വിളിച്ചിരുത്തിയ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന സാമൂഹ്യ പ്രവർത്തകരുണ്ട്, പാവം മോഹം പൊത്തിക്കൊണ്ടായിരിക്കണേ. ഇത് കണ്ടു നിൽക്കണം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ഒരു സ്ത്രീക്ക് പരാതിയില്ല, ഒരു പരാതിയില്ല. ഈ ഒരു പരാതിയില്ലാതെ, ഒരു കാര്യങ്ങളുമില്ലാതെ, ഒരു ചാനലിന്റെ റേറ്റിങ്ങിന് വേണ്ടി, ഒരു ലോഞ്ചിങ്ങിന് വേണ്ടി ഇത്രയും മിമിക്രിക്കാരുള്ള ഈ കാലഘട്ടത്തിൽ, അതാണ് മിമിക്രിക്കാരുടെ ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് എന്ത് ധാർമ്മികതയാണ് മംഗളത്തിനുള്ളത്, നിങ്ങളുടെ ചാനലിനുള്ളത്, പത്രത്തിനുള്ളത്? മിമിക്രിക്കാർ ചെയ്തതാണെങ്കിൽ സ്വാഭാവികമായിട്ട് മന്ത്രി രാജിവെക്കൂ. എത്രയോ മിമിക്രിക്കാർ ഇവിടെ ഉണ്ട്. ഒരു മന്ത്രി രാജിവെക്കണമെങ്കിൽ മിമിക്രിക്കാർ അവതരിപ്പിച്ച ഒരു പരിപാടിയിൽ മന്ത്രി രാജിവെക്കോ? ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പെട്ടെന്ന് അല്ല ഒരു കാര്യം, എന്റെ ചോദ്യം, മിമിക്രിക്കാർ അങ്ങനെ സംസാരിക്കുക സാർ. അത് അദ്ദേഹത്തിന്റെ ധാർമ്മികതയാണ്. അദ്ദേഹത്തിന്റെ ശശീന്ദ്രനെ പോലുള്ള ആളുകൾ അദ്ദേഹം ധാർമ്മികതയാണ്. അത് മാത്രവുമല്ല, അത് ഇടതുപക്ഷ മുന്നണിയാണ് ഇവിടെ ഭരിക്കുന്നതാണ്. അദ്ദേഹം ധാർമ്മികതയാണ് അദ്ദേഹം ചെയ്തത്. അതല്ലാതെ നിങ്ങളെ കണ്ട് പേടിച്ചിട്ടൊന്നും ആയിരിക്കില്ല സാറേ. ഇപ്പോ ജുഡീഷ്യൽ അന്വേഷണം സാർ ഇന്നത്തെ പത്രത്തില് ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നുണ്ട്. ആ ജുഡീഷ്യൽ അന്വേഷണം തെറ്റാണെന്ന് തെളിയുമ്പോൾ നിങ്ങളുടെ ചാനൽ അടച്ചു പൂട്ടോ? ഒരു കാര്യം, എന്നെ പേടിപ്പിക്കാൻ നോക്കരുത്. അതൊന്നും പേടിക്കുന്നവനല്ല. ഒരു കാര്യം പറയാം. ആരും പേടിപ്പിക്കില്ല.
അജിത് കുമാറിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഏകപക്ഷീയമായിട്ട് ചർച്ച അല്ല, ഒരു കാര്യം, മറുപടി പറയാം. ഇത് AK ശശീന്ദ്രന്റെ ശബ്ദമല്ലെങ്കിൽ ചാനൽ അടച്ചുപൂട്ടുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ട് മിമിക്രിക്കാരുടെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിൽ ചാനൽ അടച്ചുപൂട്ടും. ഇനി എന്ത് വേണം? സാർ, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം രണ്ടു കൂട്ടരും സംസാരിച്ചത് ഫോണിൻ്റെ സംഭാഷണങ്ങൾ പോലീസ് മുഖേന എടുത്തു കഴിഞ്ഞാൽ കാര്യം അറിയാലോ. അല്ല, ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുമ്പാകെ ആ നിലയിൽ സഹകരിക്കുമോ? തീർച്ചയായിട്ടും സഹകരിക്കും. അതിനെന്താ സംശയം? ഞാൻ പറഞ്ഞല്ലോ, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ അല്ല, അതിനപ്പുറം ഈ മിമിക്രിക്കാരനാണെങ്കിലോ ഇത് AK ശശീന്ദ്രന്റെ ശബ്ദമല്ലെങ്കിലോ ഈ ചാനൽ അടച്ചുപൂട്ടുമെന്ന് ഞാൻ പരസ്യമായി ഇത് കഴിഞ്ഞ് എന്ത് വേണം? NP ചേക്കുട്ടി കോഴിക്കോട് സ്റ്റുഡിയോയിൽ. ശ്രീ NP ചേക്കുട്ടി, അജിത് കുമാറിന്റെ വാദങ്ങൾ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ചാനൽ തുറക്കുക, ചാനൽ അടയ്ക്കുക തുടങ്ങിയ വിഷയങ്ങളല്ല. അവരുടെ ചാനൽ അല്ലെങ്കിൽ വേറെ ആളുകൾ ഇതൊക്കെ ചെയ്യും. പ്രശ്നം നമ്മുടെ ഒരു പൊതുസമൂഹത്തിനകത്ത് ഒരു ആരോപണം ഉന്നയിക്കുന്ന അതിൻ്റെ മാന്യമായ ചില രീതികളുണ്ട്. ചില പത്രപ്രവർത്തനത്തിൽ ചില അടിസ്ഥാനപരമായ മൂല്യങ്ങളുണ്ട്. അതിലൊന്ന് ക്രെഡിബിലിറ്റി എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ഏത് വാർത്തയാണെങ്കിലും അത് ക്രെഡിബിലിറ്റി എന്ന് വളരെ പ്രധാന, സത്യസന്ധതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏകപക്ഷീയമായിട്ട് ഒരു മന്ത്രി എന്തോ ചില കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ എന്താ പറയുക ഗുണനിലവാരമൊന്നും നമുക്കിവിടെ പരിശോധിക്കാൻ കഴിയില്ല. അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിൽ ഏത് വാക്കുകൾ ഉപയോഗിക്കുന്നു, ഏത് തരത്തിൽ സംഭാഷണം നടത്തുന്നു, ഇതൊക്കെ അദ്ദേഹവും അത് കേൾക്കുന്ന ആൾ തമ്മിലുള്ള വിഷയമാണ്. കേൾക്കുന്ന ആൾക്ക് ഏതെങ്കിലും കാരണവശാലും ഒരു അസൗകര്യം തോന്നുകയാണെങ്കിൽ ഉടനടി അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോൺ ഓഫ് ചെയ്തിട്ട് പരിപാടി നിർത്താൻ പറയാം, അല്ലെ നിങ്ങൾ ഈ തരത്തിൽ സംസാരിക്കരുതെന്ന് പറയാം. പക്ഷെ ഞാൻ കേൾക്കുന്നത് ആ സ്ത്രീ ഇങ്ങനെ മൂളിക്കൊണ്ട് ഇരിക്കുന്നതാണ്. അതിനുശേഷം വേറെ എന്തോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തീർത്തും തെറ്റാണ്. ഡോക്ടറിംഗ് ഓഫ് ദ എന്താ പറയുക ഈ ഓഡിയോ ക്ലിപ്പിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട്. ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് തീർത്തും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അത് പത്രപ്രവർത്തനത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ പൂർണ്ണമായിട്ടും തൃണവൽക്കരിക്കുന്നതാണ്. JNU കേസിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. JNU കേസിൽ ഒരു ചാനൽ ചെയ്തത് ഈ കുട്ടികളുടെ സമരത്തിനിടയിൽ ഒരു ദേശവിരുദ്ധ മുദ്രാവാക്യം കൂട്ടിച്ചേർത്തുകൊണ്ട് ആ കുട്ടികളെ കുഴപ്പത്തിലാക്കി. ഏതാണ്ട് ആ തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത് എന്നത് വളരെ വളരെ ക്ലിയർ ആണ്. ഒരു തരത്തിലും ധാർമ്മികമായിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഈ ചാനൽ ചെയ്തിട്ടുള്ളത്. പറ്റിയിട്ട് വ്യക്തമായിട്ട് ബോധമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ. കാരണം വെറുതെ നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഉണ്ടായവരല്ല. കൃത്യമായിട്ടും ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ചയെന്ന് ജനാധിപത്യപരമായിട്ടുള്ള ഭരണത്തിലേക്ക് നമ്മളെ സമൂഹത്തിന് രാജ്യത്തെ കൊണ്ടെത്തിച്ച പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ നന്നായി ജീർണത സംഭവിച്ചിട്ടുണ്ട്. അത് എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതും മാധ്യമ മേഖലയിലേക്കും അത് വന്നിട്ടുണ്ട്. കാരണം നമ്മളുടെ അന്തസ്സും വൈശിഷ്ട്യവും തമ്മിൽ സംബന്ധിച്ചുള്ള അവബോധം പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടപ്പെട്ടതിന് ഇപ്പോൾ പുറത്തു നോക്കും, ഇപ്പോൾ ഈ ഒരു 8 മാസത്തിൻ്റെ ഇടയിൽ 67 റേപ്പ് കേസ് ഞാൻ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സംഭവിച്ച സമൂഹത്തിന് സംഭവിച്ച ഒരു എന്തും ചെയ്യാന്നുള്ള ഒരു അത് തീർച്ചയായിട്ടും മാധ്യമ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഉഴവൂർ വിജയൻ, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. അത് പ്രഖ്യാപിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇതിൽ ഒരറ്റത്ത് മന്ത്രിയും വേറൊരറ്റത്ത് ഒരു ടെലിവിഷൻ ചാനലും തന്നെയാണ്. അപ്പോൾ ഒരു ടെലിവിഷൻ ചാനലിന് എതിരായ അന്വേഷണം എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ അതുകൊണ്ടായിരിക്കണം ഒരു ഏജൻസിയും വേണ്ട, അതിന് സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഏജൻസിയും വേണ്ട, അതിനപ്പുറത്തേക്ക് നിഷ്പക്ഷം എന്ന് കരുതാവുന്ന ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ചില സംശയങ്ങൾ ഒരുപക്ഷെ അതിൽ നിന്ന് ഊർന്നു വന്നേക്കാം. എന്തൊക്കെയാണത്? ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള പകവീട്ടലിൻ്റെ അംശമുണ്ടോ? മാത്രമല്ല, പോലീസിന് സാധാരണഗതിയിൽ ഫോൺ ചോർത്തുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പോലീസ് ചോർത്തലിൽ നിന്നാണോ മംഗളത്തിന് ഇത് കിട്ടിയിട്ടുള്ളത്? 3, ഒരു സ്ത്രീയെ ഉപയോഗിച്ച് ഹണി ട്രാപ്പിംഗ് നടത്തുകയാണോ? ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിങ്ങളും ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാകണമല്ലോ. ഞാനിത് സംബന്ധിച്ച് ഒരു വാശിയോടുകൂടി അല്ലെങ്കിൽ വളരെ ഗൗരവത്തിൽ പറയാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം, പൊതുസമൂഹം ഈ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വിഷയം ഉണ്ടായതിനു ശേഷം എൻ്റെ ഫോണിലൂടെയാണെങ്കിലും അല്ലാതെ മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും ഈ ചെയ്തത് ശരിയല്ല. അത് വേറൊന്നും കൊണ്ടല്ല. വേറെ ഏത് കേസാണെങ്കിലും കേസ് തീർന്നു കഴിഞ്ഞ് നിരപരാധി എന്ന് വന്നാൽ ഒരു കുഴപ്പമില്ല, ക്ലീൻ ചിറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ മതി,
അഴിമതി കേസൊക്കെയാണ്. ഇതങ്ങനെയല്ല, കുടുംബം തകർന്നു പോകുന്ന ഒരു ഇടപാടാണ്. ആ കുടുംബം തകർന്നു പോകുന്ന ഏർപ്പാട് നമ്മൾ ചെയ്യുമ്പോൾ അത് കുറച്ച് കട്ടിയാണ്. അത് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. നമ്മളെല്ലാവരും ഇപ്പം തന്നെ യുവാക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ഒക്കെ ആയിട്ട് സംസാരിക്കും. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാനും സംസാരിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം അങ്ങ് പറയുന്നതിനെന്താ, നമ്മളാരും അങ്ങനെ ദൈവങ്ങൾ പോലും സംസാരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മൃഗങ്ങൾ പോലും സംസാരിക്കും. ജീവജാലങ്ങളായിട്ടുള്ളവരെല്ലാം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യാതെ അവന്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. മന്ത്രിയാകുമ്പോൾ അല്പാശ്ലീലം പറഞ്ഞാലൊന്നും തെറ്റില്ല. അല്പാശ്ലീലം പറഞ്ഞുകൊണ്ട് എന്താ തെറ്റിരിക്കുന്നത്? അല്പാശ്ലീലമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നിടത്ത് പറയുന്ന ഒരു കാര്യമില്ല. ശ്രീ ഉഴവൂർ വിജയൻ, താങ്കൾ പ്രസംഗത്തിൽ തന്നെ ആളുകളെ രസിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നവരാണ്. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ അതിപ്പോ ശശികുമാറിന്റെ മുതിർന്ന മാധ്യമ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാർ തന്നെ പറയുന്നത്, ഒരു മുറിയിൽ ക്യാമറ വെച്ചാൽ ചിലപ്പോൾ ഒരാളുടെ സ്വയംഭോഗം പോലും കിട്ടും. അങ്ങനെയാണെങ്കിൽ അയാളെ നശിപ്പിക്കുന്നതിന് ആവശ്യമായുള്ള നമുക്ക് വാർത്താ കാര്യങ്ങൾ കിട്ടും. അപ്പോ ആ നിലയിൽ എല്ലാ രാഷ്ട്രീയക്കാരും വേണമെങ്കിൽ മാധ്യമ പ്രവർത്തകർ തന്നെയും ഈ പറയുന്ന വിധത്തിൽ അശ്ലീല സംഭാഷണം ഉള്ളവരാണ്. അതൊന്നും എടുത്തു കാണിക്കുന്നത് വലിയ പുതുമയൊന്നും അല്ല. രാവിലെ എല്ലാവരും ആ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഞാൻ ആരാണ് എന്നൊന്ന് ചോദിച്ചിട്ട് വേണം ഇറങ്ങാൻ. അവ കാര്യം പിടികിട്ടും. ഞാനും ഇങ്ങനെയാണ് എന്നുള്ളത് സംഗതി പിടികിട്ടും. അല്ലാതെ ആരും വലിയ ഇതില് വർത്തമാനം സാറൊന്നും അങ്ങനെ പ്രസംഗിച്ചില്ലേ, സാർ അങ്ങനെ പ്രസംഗിക്കണം. ആ സമയത്ത് പരാതിക്കാരിയുണ്ട്, നിരവധി പേരുടെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് മന്ത്രിമന്ദിരങ്ങളിൽ പോലും ഉണ്ടായ കാര്യത്തെക്കുറിച്ചാണ്. അല്ലാതെ സംസാരത്തിൽ അങ്ങനെ ഒരു പദപ്രയോഗം വന്നു. എന്തൊക്കെ ഈ അശ്ലീലം നിഘണ്ടുവിലുണ്ടോ? സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ ഗവൺമെന്റിലുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ കുടുംബവും കുട്ടികളും? ഞാൻ പറയട്ടെ, ഇല്ലാത്ത വീഡിയോ ക്ലിപ്പിന്റെ പേരിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെ മാധ്യമങ്ങളുടെ വിചാരണ നടത്തി കോയമ്പത്തൂരിൽ പോയ അന്നൊന്നുമില്ലാത്ത മാധ്യമധർമ്മം ഇപ്പൊ എവിടെ നിന്നുണ്ടായി? പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ മംഗളം ചാനൽ ഇതുപോലുള്ള വാർത്ത വന്നതിന് മണിക്കൂറുകൾക്കകമാണ് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് മന്ത്രി രാജിവെച്ചിരിക്കുന്നത്. അതിനടിസ്ഥാനം എന്താ? തന്റെ ശബ്ദമാണെന്ന് തന്നെ അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ആ ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്താണ് രാജിവെച്ച്. നിങ്ങളുടെ പാർട്ടി എന്ത് നിലപാടെടുത്തു, എന്ത് നടപടിയെടുത്തു? നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ വാക്കുകൾ തപ്പിത്തറയാണ്. ഒരു കാര്യം പറയാം, ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി കുറിച്ചൊന്നും പറയാൻ സംഭവമാണ് ആ ക്ലിപ്പെല്ലാം സോളാർ കമ്മീഷന്റെ മുമ്പിലുണ്ട്. ആ ക്ലിപ്പിനെ കുറിച്ച് പറഞ്ഞ സരിത ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്ലിപ്പ് സോളാർ കമ്മീഷന്റെ മുമ്പിൽ രണ്ടാമത്തെ കാര്യം ഇതൊക്കെ വന്നിട്ട്, ഈ ക്ലിപ്പൊക്കെ വന്നിട്ടും ഉമ്മൻചാണ്ടി സംഘം രാജിവെച്ചിരുന്നില്ല. ഈ മന്ത്രി ഈ ഒരു മുക്കറയിടുന്ന ശബ്ദം കേട്ടപ്പോൾ രാജിവെച്ചു. മാന്യത, രാഷ്ട്രീയ ധാർമ്മികത, അതാണ് വ്യത്യാസം. ഈ ധാർമ്മികതയും രാഷ്ട്രീയ ധാർമ്മികതയും എന്റെ മനസാക്ഷിയാണ് എല്ലാം ധാർഷ്ട്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. കുഴപ്പമില്ല. അതായത് ഈ ക്ലിപ്പൊക്കെ ഉണ്ടായിട്ടും, ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ കയ്യിൽ ഈ ക്ലിപ്പൊക്കെ ഉണ്ടായിട്ടും ഉമ്മൻചാണ്ടി അവസാനം തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് വരെ, കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്നവരെ അധികാരത്തിൽ തുടർന്നു. ഇത് കേട്ട ഉടനെ യാതൊരു അന്വേഷണവും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അന്വേഷണം നടത്തി യാഥാർത്ഥ്യം വെളിച്ചത്ത് വരട്ടെ എന്ന് പറഞ്ഞ് ഈ മന്ത്രി രാജിവെച്ചു. അതാണ് രണ്ട് ധാർമ്മികതയുടെ തമ്മിലുള്ള വ്യത്യാസം. MP ബഷീർ, സൗത്ത് ലൈവ് എഡിറ്റർ ഇൻ ചീഫ്, ടെലിഫോൺ ലൈനിൽ. ബഷീർ, എന്താണ് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട തർക്കം വരുമ്പോ ഐസ്ക്രീം പാർലർ കേസ് വരുന്നു, തെറ്റയിൽ വിഷയം വരുന്നു, അങ്ങനെ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. കോയമ്പത്തൂരിലേക്ക് എല്ലാ ടെലിവിഷൻ മാധ്യമങ്ങളും സരിതയുടെ ടേപ്പ് കാണാൻ വേണ്ടി OB വാനുമായി പാഞ്ഞു എന്ന് പറയുന്നു. ഇത് തമ്മിലൊരു വ്യത്യാസം ബഷീറിന് കാണാൻ കഴിയുന്നുണ്ടോ? അത് ശരി, ഇത് തെറ്റ് എന്ന നിലയിൽ അതിനെ വിവരിച്ച് കാണിക്കാൻ കഴിയുന്നുണ്ടോ? അതോ തെറ്റുകളുടെ പരമ്പരയുടെ അവസാനത്തെ കണ്ണി മാത്രമാണോ AK ശശീന്ദ്രൻ? നികേഷ്, അതിൽ പൊതുപ്രവർത്തനം സ്വയം സ്വീകരിച്ച നേതാക്കന്മാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ ധാർമ്മിക വശം കൂടി മാധ്യമ സ്ക്രൂട്ടിനിക്ക് വിധേയമാവുക എന്നത് ഇന്ത്യ പോലൊരു സ്ഥലത്ത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നതിനോട് എനിക്ക് ആ തരത്തിലുള്ള ഒരു കാര്യമായി കാണാനേ കഴിയില്ല. ഐസ്ക്രീം പാർലർ കേസുമായോ തെറ്റയിൽ വിഷയവുമായോ ഇതിനെ പ്രത്യേകിച്ചും ഐസ്ക്രീം പാർലർ കേസുമായും അതല്ലെങ്കിൽ അതിന് തുടർന്നുണ്ടായ സംഭവങ്ങളുമായും ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല.
ഇതും തെറ്റയിൽ വിഷയവും യഥാർത്ഥത്തിൽ ഒരേ തരത്തിലുണ്ടായ സംഭവങ്ങളായാണ് ഞാൻ കാണുന്നത്. ഐസ്ക്രീം പാർലർ കേസിൽ 1995 മുതൽ 2004 ഒക്ടോബർ മാസം വരെ നീണ്ടുനിന്ന ഒരു ദുരൂഹതയുണ്ടായിരുന്നു. അതിൽ കേരള വനിതാ കമ്മീഷൻ കേസെടുത്തിരുന്നു. നീരാ റാവത്തിനെ പോലുള്ള ഒരു IPS ഉദ്യോഗസ്ഥ അന്വേഷിച്ചിരുന്നു. മന്ത്രിസഭയുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഉപസമിതിയുടെ കേസ് ഉണ്ടായിരുന്നു. എന്നിട്ടും സംഭവം പുറത്തു വരാത്ത സാഹചര്യത്തിൽ ആ കേസിലെ പ്രധാനപ്പെട്ട വിക്ടിം മാധ്യമങ്ങളോട് സ്വയം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് പൊതുജന താല്പര്യമുള്ള അത്രയും ഭാഗം സംപ്രേഷണം ചെയ്യുക എന്ന കാര്യം മാത്രമാണ് അന്നത്തെ ഇന്ത്യ വിഷൻ ചെയ്തത്. അതിനെ തുടർന്ന് 2011 അതിന്റെ തുടർ വാർത്ത കൊടുത്തത് കേരള ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ ഈ കേസിൽ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന വാർത്ത. 2 ജഡ്ജിമാരുടെ പേര്, ഒരു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ പേര്, ഒരു അഡ്വക്കേറ്റ് ജനറലിന്റെ പേര്, ഒരു അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ പേര്, ഒരു അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിന്റെ പേര്, ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പേര്, ഇത്രയും പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്താ വെളിപ്പെടുത്തലാണ് നടന്നത്. അതും ഇതും തമ്മിലുള്ള യാതൊരു താരതമ്യവുമില്ല. തെറ്റയിൽ വിഷയത്തിലും ശശീന്ദ്രന്റെ വിഷയത്തിലും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള ഒളിഞ്ഞുനോട്ടമാണ് നടക്കുന്നത്. എന്നാൽ ഈ 2 വിഷയത്തിലും അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്നത് അവർ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് ആ വാർത്ത പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ്. മിസ്റ്റർ അജിത്തും സംഘവും അത് ചെയ്യും എന്നാണ് എന്റെ വിചാരം. അതല്ലെങ്കിൽ ഇത് മാധ്യമ പ്രവർത്തനമല്ല. പ്രമോദ് രാമൻ, നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ പറഞ്ഞ വാക്ക് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ശരിക്കും സദാചാരം പോലും ഇപ്പം സംസാരിക്കുന്നത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ്, പ്രതികരിക്കുന്നത് ഇതെല്ലാം രാഷ്ട്രീയ അടിസ്ഥാനത്തിലേക്കായി മാറിക്കഴിഞ്ഞു. അജിത് കുമാർ, അക്കാര്യത്തിൽ അതായത് ഈ വിഷയത്തിൽ ഒരു അടിത്തറ രൂപീകരിക്കേണ്ടത് ഇനി നിങ്ങളാണ്. നിങ്ങളുടെ ബാധ്യതയാണ്. കേരളത്തിന്റെ മാധ്യമ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടി ബാധ്യതയായി മാറിയിരിക്കുന്നു. നികേഷ്, ഇതിനകത്ത് ഞാൻ പറഞ്ഞോ. അതായത് അഴിമതിയും വൃത്തികേടുകളും പുറത്തു കൊണ്ടുവരുക എന്നുള്ളത് മാധ്യമധർമ്മമാണെന്ന് ഞങ്ങൾ കരുതുന്നു. മംഗളം പത്രം 3 മന്ത്രിമാരെ രാജിവെപ്പിച്ചിട്ടുണ്ട്. PJ ജോസഫ്, TU കുരുവിള, നികേഷ് കുമാർ, ഗിരീഷ് കുമാർ. മന്ത്രിയാകേണ്ടതായിരുന്നു, നമ്മൾ വെപ്പിച്ചേനെ അല്ലേ? അപ്പൊ അതുകൊണ്ട് കുറെ നേരം കൊണ്ട് അവിടെ ചൊറിയുന്നുണ്ട് കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അടുത്ത് വിളയരുത്. കാര്യം ഞാൻ പറയാം, കുറെ നേരം കൊണ്ട് നീ ചൊറിയുന്നുണ്ട്. എന്റെ അടുത്ത് നീ ശശീന്ദ്രന്റെ വല്ലതും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ നിന്റെ പാട്ടിൽ? അതുകൊണ്ട് വ്യക്തിപരമായ ആരെയും ടാർഗറ്റ് ചെയ്യണ്ട. പറഞ്ഞോ. അതുകൊണ്ട് മംഗളം പത്രം മംഗളം പത്രം അതായത് മംഗളം പത്രം 3 മന്ത്രിമാരെ രാജിവെപ്പിച്ചിട്ടുണ്ട്. ഒന്ന് PJ ജോസഫ്, വിമാനത്തിലെ വിവാദം ഞങ്ങളാണ് IG സന്ധ്യയുടെ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത്. 2 TU കുരുവിള, 2 ഇടതുപക്ഷത്താണ്. TU കുരുവിള, രാജകുമാരി ഭൂമി ഇടപാട് ഞങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. 3 നിങ്ങൾ പറഞ്ഞ പോലെ ഗണേഷ്. അപ്പോൾ ഈ 3 മന്ത്രിമാരെ രാജിവെപ്പിക്കാൻ കാരണം അവരുടെ വൃത്തികേടുകളും അഴിമതിയും പുറത്തു കൊണ്ടുവന്നു എന്ന് തന്നെയാണ്. ഗണേഷിൻ്റെ കാര്യത്തിൽ ഗണേഷ് അടി കൊണ്ടുവന്നു. കാമുകിയുടെ ഭർത്താവ് അടിച്ചു. ആ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നപ്പോൾ എല്ലാവരും സംശയിച്ചു, എന്താണിത്, ശരിയാണോ, എന്തെങ്കിലും തെളിവുണ്ടോ, കേസുണ്ടോ, പരാതിയുണ്ടോ? അവസാനം രാജി കലാശിച്ചില്ലേ? ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളത് പൊതുസമൂഹത്തിന് ആവശ്യമുണ്ടെന്ന്, പൊതുസമൂഹത്തിൽ കറക്റ്റീവ് ഫോഴ്സായി ഞങ്ങൾ പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ടും അങ്ങനെ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടുമാണ് ഞങ്ങളിത് പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിലും ഇനിയുള്ള കാര്യത്തിലും അതുതന്നെ ഉണ്ടാകും. ഇതിൽ ഏത് അന്വേഷണത്തോടും സഹകരിക്കും. ഇതൊരു മാധ്യമ മാർഗമാണെന്ന് കരുതുന്നു, ഇതൊരു മാധ്യമ ചുമതലയാണെന്ന് കരുതുന്നു. ഏത് സ്ത്രീയോടും സ്വന്തം ഭാര്യയോടും കാമുകിയോടും അല്ലാതെ ഒരു മന്ത്രിക്ക് പ്രൈവസിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അങ്ങനെ മന്ത്രി ഒരു സ്ത്രീയോട്, ഏതൊരു സ്ത്രീ ആയിക്കോട്ടെ, പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, ഭാര്യയും കാമുകിയും അല്ലെങ്കിൽ
ഇത് ഈ തരത്തിൽ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അദ്ദേഹം തുറന്നു പറയാനുള്ള ആർജവം കാണിക്കണം. ഞാൻ ഇന്നാരോടാണ് എനിക്ക് ഇഷ്ടം, ഞാൻ സംസാരിച്ചു എന്ന് പറയാനുള്ള ആർജവത്തോടെ പറയാൻ. ഇത് കൺസെന്റോട് കൂടിയാണോ നടന്നിട്ടുള്ളതെന്ന്? കാരണം ഇത് 1-2 മിനിറ്റ് അല്ല, 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ആണ്. അപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് വെറുതെ അങ്ങനെ 8 മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എതിർഭാഗത്തുനിന്ന് എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടില്ലാതെ ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല. പല സമയത്ത് സംസാരിച്ചു. ഒരു മിനിറ്റ്, ഒരു കാര്യം ഇവിടെ ഞാൻ നിങ്ങളുടെ മാധ്യമ വിചാരണയാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സ്ത്രീ 8 മണിക്ക് ശേഷം അല്ലെ 7 മണിക്ക് ശേഷം രാത്രിയിൽ ഒറ്റയ്ക്ക് ഇതിലേക്കൂടെ നടക്കാൻ പറ്റുമോ? ഈ തെരുവിലൂടെ നടക്കാൻ പറ്റും? ഇത് സെക്രട്ടറിയേറ്റിൻ്റെ പരിസരമാണ്, സെക്രട്ടറിയേറ്റിൻ്റെ ബാക്ക് സൈഡാണ്, ശരിയാണ്. ഈ പരിസരത്ത് നിങ്ങൾക്ക് 8 മണിക്ക് ശേഷം ഒരു സ്ത്രീ തന്നെത്താനെ നടക്കാൻ പറ്റുമോ? ഇതാണ് നാം ചിന്തിക്കേണ്ടത്, ഇതാണ് മാധ്യമധർമ്മം വേണ്ടത്. ഇത് തുടങ്ങേണ്ടത് ഉന്നതങ്ങളിൽ നിന്ന് തന്നെയാണോ സുരക്ഷിതത്വം? മംഗളം ചാനലിന്റെ ജനന ദിവസം തന്നെ നമ്മുടെ ഈ എല്ലാ മനുഷ്യനിലുള്ള ഈ ലോല വികാരങ്ങളെ ഏറ്റവും നന്നായി ഉദ്ദീപിപ്പിച്ചുകൊണ്ട് തന്നെ അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് നല്ല തെളിവ് നൽകിയ ഒരു ചാനൽ തന്നെയാണ്. അപ്പം ആ ഒരു തരത്തിൽ ഇപ്പോൾ സാറ് പലതവണ ഉപയോഗിച്ചൊരു വാക്ക് പൊതുസമൂഹത്തിന് വേണ്ടി, പൊതുസമൂഹത്തിന് പ്രതിബദ്ധ. സാറിനോട് ഏറെ ബഹുമാനത്തോടു കൂടെ പറയുകയാണ്, പൊതുസമൂഹത്തിന് വേണ്ടത് ഇതല്ല. പൊതുസമൂഹം കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഇത്തരം വാർത്തകളും ഇത്തരം ഈക്കളിപ്പെടുന്ന വികാരങ്ങളും മാത്രം കൊണ്ട് പൊതുസമൂഹത്തെ അത്തരത്തിൽ അങ്ങ് അടിച്ചിരുത്തിക്കൊണ്ട് പൊതുസമൂഹത്തിന് ഇതാണ് ആവശ്യം, അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് എന്ന തരത്തിലേക്ക് ചിന്തിക്കുന്ന ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ, പൊതുസമൂഹത്തെ നിങ്ങളാരും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വൺ സൈഡഡ് ആയിട്ടൊരു മാധ്യമം ഉണ്ട് എന്നതിന്റെ പേരിൽ പൊതുസമൂഹത്തിന് നേരിട്ട് നിങ്ങളോട് തിരിച്ച് മറുപടി പറയാൻ പറ്റുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹം മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിയാണ്. ആരും ആയിക്കോട്ടെ, മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം വ്യക്തി 3 പേരെ പുറത്താക്കി എന്ന് പറഞ്ഞതിൽ ആരെങ്കിലും കുറ്റം തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? 3 പേരെ പുറത്താക്കിയെങ്കിലും ആരെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ? പി ജെ ജോസഫ് കുറ്റവിമുക്തനാവുകയാണ് ചെയ്തത്. ടി.യു. ഗിരിവിളയുടെ പേരിലുള്ള കുറ്റം തെളിയിച്ചിട്ടില്ല. എന്തിനെങ്കിലും പുറത്താക്കിയിട്ട് കാര്യമുണ്ടോ? രാജിവെപ്പിച്ചത് ഞങ്ങളല്ല, ഇതിനുള്ള റിപ്പോർട്ട് ഞങ്ങളുടെ റിപ്പോർട്ടാണ്. ഒരു മിനിറ്റ്, രാജിവെപ്പിച്ചത് എത്രയോ സ്ത്രീ പീഡനം നടന്നു കഴിഞ്ഞു. ഈ സ്ത്രീ പീഡനങ്ങളെ ഏതെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? തുടങ്ങിയതേ ഉള്ളൂ ചാനൽ. ഇപ്പം ഞങ്ങൾ അതിലെന്തോ കാണാൻ പറ്റും, നല്ല ചാനലാണോ എന്നുള്ള രീതിയിലാണ് പോയി എന്നത്. അതിലൊന്നും കുഴപ്പമില്ല. മാത്രമല്ല സ്ത്രീകൾക്കെതിരായിട്ട് എന്തെങ്കിലും കണ്ടാൽ അത് പ്രതികരിക്കണം. വാർത്താ അവതാരക അതാണ് പ്രതികരണം. ഇത് NCP-കാരെല്ലാം കൂടെ വന്നിട്ടൊന്നും കൈയടിച്ചിട്ട് കാര്യമൊന്നുമില്ല. NCP-കാർ വന്നിട്ട് വാർത്ത ആരംഭിക്കുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതിനകത്തൊരു ചോദ്യം ഉള്ളത്, പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അശ്ലീല സംഭാഷണം നമ്മൾ ടെലിവിഷൻ ഒരു സ്വകാര്യ, അതായത് ഈ വാർത്ത ആരംഭിക്കുന്നതിന് മുമ്പ് വാർത്ത വായിച്ച ആൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു, കുട്ടികൾ മാറി നിൽക്കണം, ഞങ്ങൾ ഇങ്ങനൊരു വാർത്ത സംപ്രേഷണം ചെയ്യാൻ പോവുകയാണ്, കുട്ടികൾ മാറണം എന്ന മുന്നറിയിപ്പ് ആവർത്തിച്ചതിന് ശേഷമാണ് 2 തവണ മാത്രമേ അതിൻ്റെ ബീപ്പ് സൗണ്ട് ഇല്ലാത്ത വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം മൊത്തം ബീപ്പ് സൗണ്ട് ഉള്ള സംഭാഷണമാണ് സംപ്രേഷണം. ഒറ്റ മിനിറ്റ്, ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ടെലിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ കുടുംബ സദസ്സിലിരുന്ന് ഒന്നിച്ചിരുന്ന് കാണുന്നതാണ്. അതിനകത്ത് ഞാനിപ്പോൾ ടെലിവിഷനിൽ അപ്പിയർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പൊ ഞാൻ പറയുകയാണ് കുട്ടികളെല്ലാം മാറണം എന്ന് പറഞ്ഞാൽ അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. കുട്ടികൾ മാത്രമായിരിക്കും ഉണ്ടാവും, അവർക്ക് വോളണ്ടിയർലി മാറാൻ കഴിയില്ല. വാർത്ത സംപ്രേഷണം ചെയ്യുകയാണ്. നിങ്ങൾ ആ കാര്യത്തിൽ ഒരു വലിയ തെറ്റ് കാണിച്ചു. എട്ട് മണിക്ക് ശേഷം നടക്കാൻ പോകുന്ന ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് നടക്കാൻ പറ്റും. അങ്ങനെയുള്ള സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ്, U സർട്ടിഫിക്കറ്റ്, UA സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ഏർപ്പാടുണ്ട്. നിങ്ങൾ ടെലിവിഷൻ ചാനലിൽ ഈ A സർട്ടിഫിക്കറ്റും U സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഏർപ്പാട് എന്ന് മുതലാണ് തുടങ്ങിയത്? നിങ്ങൾ പെട്ടെന്ന് പറയുന്നത് നിങ്ങൾ കുട്ടികൾ മാറി നിൽക്കണമെന്ന്. നിങ്ങൾ A സർട്ടിഫിക്കറ്റ്, അങ്ങനെയാണ് നിങ്ങൾ ചാനലിന് ലൈസൻസ് വാങ്ങുമ്പോൾ A സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതൊക്കെയല്ലേ വേണ്ടത്? അത് ഞങ്ങൾ ചെയ്ത കാര്യം പറയാം. ഞങ്ങൾ ചെയ്തത് ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതിന് മുമ്പ് മതിയായ മുന്നറിയിപ്പുകൾ നൽകി. വാർത്ത സ്ക്രോൾ ചെയ്തു, വാർത്ത സ്ക്രോൾ ചെയ്തു, മതിയായ മുന്നറിയിപ്പ് നൽകി. ഞങ്ങളുടെ വാർത്താ അവതാരക ഈ തരത്തിലുള്ളൊരു വാർത്തയാണ് ഞങ്ങൾ സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്, കുട്ടികൾ ബാക്കിയുള്ളവർ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം മതിയായ സമയം നൽകിയതിന് ശേഷമാണ്
2 തവണ മാത്രം ഇത് സംപ്രേഷണം ചെയ്തത്. അതിനുശേഷം ബീപ്പ് സൗണ്ട് ഇട്ടാണ് സംപ്രേഷണം. അല്ല സാറേ, ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, ഈ സ്ത്രീ ഇവിടെ ഇങ്ങനെ പെറ്റീഷൻ പരാതി അങ്ങനെ സാറിന് തന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് പോലീസ് സ്റ്റേഷനല്ലല്ലോ മംഗളം പത്രം, ഇല്ലെങ്കിൽ മംഗളത് ഇത് ഇവര് വല്ല പരാതി തന്നിട്ടാണോ നിങ്ങൾ അന്വേഷിച്ചത്? അതല്ലെങ്കിൽ ഈ പരാതി ആരും ഇല്ലാതെ കണ്ട് വൺ വേ ട്രാഫിക് ആവാൻ പാടില്ല. ഒരു സ്ത്രീക്ക് ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടാകുമ്പോൾ അത് പരാതി തന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്ന് കൊണ്ടുപോയി പരാതി തന്ന് ജുഡീഷ്യൽ സ്കൂട്ടണിക്കും പോലീസ് സ്കൂട്ടണിക്കും വിധേയമാക്കണമെന്ന് എങ്ങും പറയുന്നില്ല. അതിന് അവർ തയ്യാറായില്ല, അത് അവരുടെ പ്രശ്നം. ഹലോ സാറേ, എനിക്ക് ചോദിക്കാനുള്ള ബഹുമാന അജിത് കുമാർ സാറിനോടാണ്. സാറ് നേരത്തെ പറഞ്ഞ് പി ജെ ജോസഫ് സാറിനെ രാജിവെപ്പിച്ചു, ടി യു കുരുവിള സാറിനെ രാജിവെപ്പിച്ചു, അതിന്റെ കാരണമായി റിപ്പോർട്ട് കൊടുത്തു. അല്ല രാജിവെപ്പിച്ചു. ഇപ്പൊ ശശീന്ദ്രൻ സാറിനെ രാജിവെപ്പിച്ചു. നല്ല കാര്യം. മന്ത്രിമാരെ എവിടെ അഴിമതി കാണിച്ചോ നിങ്ങൾ പ്രതികരിച്ചു. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, സാറേ, കഴിഞ്ഞ 5 വർഷം ഈ മംഗളം പത്രം പൂട്ടിയിട്ടേക്കായിരുന്നു സാർ. കഴിഞ്ഞ 5 വർഷം ഇതുപോലൊരു വാർത്തയൊന്നും മംഗളം പത്രത്തിൽ കണ്ടില്ലായിരുന്നു. സാർ നേരത്തെ എടുത്തു പറഞ്ഞു ഇടതുപക്ഷത്തുള്ളവരാണ് രാജിവെപ്പിച്ചു എന്ന് പറഞ്ഞു. നല്ല കാര്യം. കഴിഞ്ഞ 5 വർഷം ഇതുപോലെ ഒരുപാട് ടെലിഫോൺ സംഭാഷണം ഉണ്ടായിരുന്നു. ബഹുമാനന്റെ മുരളീധരൻ MLA തന്നെ പറഞ്ഞു വിഷ്ണുനാഥനെ എത്രയോ തവണ രാത്രി വിളിച്ചു എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം ചോദിച്ചത് കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാനാണോ സരിത രാത്രി വിളിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ മംഗളം പത്രം വായിക്കാത്തോണ്ടായിരിക്കും. എല്ലാം സരിത അല്ല അത് ഞങ്ങൾ അത് സരിത റിപ്പോർട്ട്, സരിത ഇഷ്യൂ ഏറ്റവും കൂടുതൽ നന്നായി റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളിലൊന്ന് മംഗളമാണ്. ശ്രീ NP ചേക്കുട്ടി, ഇത് മാധ്യമ സ്ഥാപനങ്ങൾ കമ്പോളവൽക്കരിക്കപ്പെടുന്നതിന്റെ സൂചനയാണോ? ഇപ്പോൾ ഇവിടെ പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുന്നത് അജിത് കുമാറാണ്, അല്ലെങ്കിൽ മംഗളം TV ആണ് എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് തൽക്കാലം പറഞ്ഞു വെക്കാം. അതിനപ്പുറത്തേക്ക് ഇതൊരു കമ്പോളത്തിലേക്ക് ഒരു ടെലിവിഷൻ ചാനൽ കടന്നു വരുമ്പോഴുണ്ടാകാവുന്ന സ്വാഭാവികമായ പരിണതി, കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്രയധികം ചാനലുകൾ, അതിന് മാർക്കറ്റ് ഇല്ലായ്ക. അപ്പോൾ അത് ശ്രദ്ധിക്കാൽ മാത്രമേ റേറ്റിംഗ് ഉണ്ടാവൂ. റേറ്റിംഗ് ഉണ്ടായാൽ മാത്രമേ അത് വിപണിയിലേക്ക് എത്തൂ. വിപണിയിലെത്തിയാൽ മാത്രമേ അതിൻ്റെ നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് ശരി എന്ന് തോന്നുന്ന വിധത്തിൽ കാര്യങ്ങൾ വല്ലാതെ ജീർണിച്ചു പോകുന്നു എന്നുള്ളത് ഈ ഒരു കമ്പോളത്തിന്റെ സ്വാഭാവിക പരിണതിയായി കാണണോ? ഇപ്പോൾ ന്യൂ മീഡിയയെ മൊത്തത്തിലെടുത്ത ടെലിവിഷനാണ് കുറെ കാലം മുമ്പ് ന്യൂ മീഡിയ ആയി കണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് ഓൺലൈൻ മീഡിയ ആണ്. ഓൺലൈൻ മീഡിയയിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒരുപക്ഷെ നാളത്തെ മാധ്യമമായി നാം കാണേണ്ട ഒരു മാധ്യമമാണ് ഓൺലൈൻ മീഡിയ. ഇന്ന് അതിൽ വരുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഇതിന് നമുക്കൊക്കെ പറയാം ഒരു നിയന്ത്രണം ആവശ്യമാണ് എന്ന്. അത് സ്വയം നിയന്ത്രണമാണ് വേണ്ടത് എന്ന് മാധ്യമപ്രവർത്തകർ എപ്പോഴും താല്പര്യപ്പെടാറുമുണ്ട്. അത് ഉണ്ടാകുന്നില്ല എന്ന് വരുമ്പോൾ ഒരല്പം കടന്നു പോവുകയാണെങ്കിൽ ക്ഷമിക്കണം എന്നോട്, ഇതിനെ പുറത്തു നിന്ന് തന്നെ നിയന്ത്രിക്കേണ്ടി വരുമോ? നികേഷ്, ഇതിനകത്ത് വളരെ ഗൗരവമുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ മാധ്യമ പ്രവർത്തനം ഒരു ലൈസൻസ് ഇല്ലാത്തൊരു ഇടപാടാണെന്ന് കരുതരുത്. അതിന് നിയമപരമായിട്ടുള്ള ചില സൗകര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ പത്രങ്ങൾക്ക് പോലും പ്രസ് കൗൺസിലുണ്ട്. നമ്മുടെ വിഷ്വൽ മീഡിയക്ക് ഒരു മീഡിയ കൗൺസിലിനെ കുറിച്ച് കൊണ്ടുവരേണ്ട ആവശ്യകത വന്നിരിക്കുന്നു. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു സോഷ്യൽ കൺട്രോൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. പക്ഷേ അത് മാധ്യമ പ്രവർത്തനത്തിനെ മൊത്തം നിയന്ത്രിക്കുന്ന രൂപത്തിൽ, അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന രൂപത്തിലാവരുത്. പക്ഷേ നിയന്ത്രണങ്ങൾ ഉണ്ടായേ പറ്റൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം മത്സരവേദിയിൽ മത്സരത്തിന് വേണ്ടിയുള്ള ഈ അമിതമായിട്ടുള്ള ഈ പരക്കം പാച്ചിലിൽ, ലാഭമുണ്ടാക്കാനുള്ള കഠിനമായ ശ്രമത്തിൽ എല്ലാവിധ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിൽ പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം, ന്യൂ മീഡിയയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, യൂട്യൂബിന് ഇപ്പോൾ ശക്തമായിട്ടുള്ള നിയന്ത്രണം വരികയാണ്. ആരാ കൊണ്ടുവരുന്നത്? യൂട്യൂബിൽ വരുന്ന ഈ അശ്ലീലവും അതുപോലെ വൃത്തികേടുകളും പിന്നെ തങ്ങളുടെ പരസ്യങ്ങൾ അതിൻ്റെ കൂടെ വരുന്നതിൽ പല കമ്പനികളും, ആഗോള കമ്പനികൾ ശക്തമായ പ്രതിഷേധം കാണിക്കുക മാത്രമല്ല പല കമ്പനികളും പരസ്യങ്ങൾ വിഡ്രോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാമൂഹികമായിട്ട് ഒരു നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട്, സോഷ്യൽ അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് വലിയ ശക്തമായ നിയന്ത്രണം വരും. ഈ കേസിൽ പോലും എന്തുകൊണ്ടാണ് ഒന്നാം ദിവസം എങ്ങനെയൊരു വാർത്ത ഉണ്ടാവുന്നത്? വാർത്ത ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ സംഭവത്തെ റിപ്പോർട്ട് ചെയ്യാണ്. ഇവിടെ എന്താണ്, തങ്ങളുടെ ഒന്നാം ദിനത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ചാനൽ സ്വന്തമായിട്ടൊരു സാധനം ഉണ്ടാക്കിയെടുക്കുകയാണ്. മാധ്യമം അങ്ങനെ ചെയ്യാൻ
ചെയ്യേണ്ട ഒരു തൊഴിൽ ചെയ്യുന്നത് ശരിയല്ല. തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഒരു വാർത്ത ഉണ്ടാക്കുകയാണ്. സാധാരണ ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാണ്. ഇത് രണ്ടും രണ്ട് തരം. തങ്ങളുടെ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി, വാണിജ്യ ആവശ്യത്തിന് വേണ്ടി വാർത്ത ഉണ്ടാക്കുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവിടെയാണ് ഈ വിഷയത്തിലുള്ള പ്രശ്നം. ഒരിക്കലും മാധ്യമ പ്രവർത്തനത്തിലെ രീതിയായിട്ട് കാണാൻ കഴിയില്ല. സാമൂഹികമായിട്ടുള്ള ശക്തമായ നിയന്ത്രണം കൊണ്ടുവരേണ്ടതായിട്ട് തന്നെ വരും. ചെക്കുട്ടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വാർത്തകൾ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല, ഞങ്ങൾ ഹണി ട്രാപ്പ് നടത്തിയിട്ടില്ല, ഫോൺ ചോർത്തിയിട്ടില്ല, അങ്ങനെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനവും നടത്തിയിട്ടില്ല. മംഗളം കുറെ പേരെ മാധ്യമത്തിന്റെ സത്യസന്ധതയും യുക്തിയെയും ആണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ചോദ്യം ചെയ്യാനാണ് തോന്നുന്നത്. ഇതൊരു ഹണി ട്രാപ്പ് അല്ലേ? നിങ്ങൾ നിയോഗിച്ച ആള് ഒരു മന്ത്രി ഇങ്ങനെയുണ്ട്. അതായത് ഇന്ന മന്ത്രിയെ പിന്തുടർന്നാൽ പെൺവിഷയം കിട്ടും, ഇന്ന മന്ത്രിയെ പിന്തുടർന്നാൽ കൈക്കൂലി കിട്ടും, ഇന്ന മന്ത്രിയെ പിന്തുടർന്നാൽ മറ്റ് അധികാര ദുർവിനിയോഗങ്ങൾ കിട്ടും, ഇന്ന മന്ത്രിയെ പിന്തുടർന്നാൽ ഹോമോസെക്ഷൽ കിട്ടും എന്ന് പറയുന്ന ഒരു രീതി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുണ്ട്. അങ്ങനെ തുടർന്ന് അങ്ങനെ അതിന്റെ പിന്നാലെ പോയവരാണോ നിങ്ങൾ? അല്ല, അതിന്റെ പ്രശ്നം ചെക്കുട്ടി പറയുന്നു വാർത്ത നിർമ്മിച്ചു. വാർത്ത നിർമ്മിച്ചിട്ടില്ല. ഞങ്ങൾ ഹണി ട്രാപ്പ് നടത്തിയിട്ടില്ല, ഞങ്ങൾ ഫോൺ ചോർത്തിയിട്ടില്ല. അത് ഞങ്ങൾക്ക് ലഭിച്ച, ഞങ്ങളുടെ ഒരു ലേഖകന് ലഭിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഓഡിയോ ശബ്ദ റെക്കോർഡ് ചെയ്തത് ഞങ്ങൾ സംപ്രേഷണം ചെയ്തു. സംപ്രേഷണം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഉറപ്പുവരുത്തി ഇത് അദ്ദേഹത്തിൻ്റെ ആണോ, നേരത്തെ മിമിക്രിക്കാരുടെ ആണോ അദ്ദേഹത്തിൻ്റെ ആണോ ഉറപ്പുവരുത്തി. ഇതിൻ്റെ ഒരു വ്യക്തിയുണ്ടോ? താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അതല്ല സംഭവിച്ചത്. ഞാൻ ആധികാരികമായി, ഞാൻ മാധ്യമപ്രവർത്തകനാണല്ലോ, ഞാൻ ആധികാരികമായി പറയുന്നു, കഴിഞ്ഞ ജനുവരി മാസം പകുതിയാകുമ്പോൾ മംഗളം ടിവിയിൽ നിന്ന് ഒരു ക്രൂ ഈ മന്ത്രിയെ സന്ദർശിക്കാൻ പോയിരുന്നു. അതിലൊരു പെണ്ണുണ്ടായിരുന്നു, ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകരാകെ വിഷ്വൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നത് അവർ അപമാനിതരാണ്. അവർ പറയുന്നു നാളെ ഞങ്ങളെ എങ്ങനെയാണ് ഈ സമൂഹം കാണുക എന്ന്. യഥാർത്ഥത്തിൽ ഇതൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ അല്ല എന്ന് അജിത്ത് തെളിയിക്കണം. അങ്ങനെ തെളിയിക്കുന്നത് എങ്ങനെയാ? ഈ പരാതിക്കാരി എന്തിനു മന്ത്രിയുടെ അടുത്ത് പോയി? എന്തായിരുന്നു അവരുടെ ആവശ്യം? ആവശ്യം നിഷേധിച്ചുകൊണ്ടാണ് മന്ത്രി, അല്ലെങ്കിൽ ആവശ്യം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി അവരെ ചൂഷണത്തിന് ഇരയാക്കിയത്. ഇത് ഇപ്പോൾ അജിത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മംഗളം ചെയ്യുന്നത് നിയമപരമായി കുറ്റകരമായ കൃത്യമാണ്. ഒരു കുറ്റകൃത്യം അറിഞ്ഞുകൊണ്ട് ആ കുറ്റകൃത്യം മറച്ചു വെച്ച് അതിലെ ഇക്കിളിപ്പെടുത്തുന്ന ഭാഗം മാത്രം ജനങ്ങളോട് പറയുക എന്ന കടുത്ത കുറ്റകൃത്യമാണ് ഇപ്പോൾ ഈ മാധ്യമം. ഇത് മാധ്യമ പ്രവർത്തനമല്ല. ഇത് ആ സ്ത്രീയുടെ അനുമതി കിട്ടുമ്പോൾ മാത്രമേ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയുള്ളൂ. ശ്രീ അജിത് കുമാർ, അല്ല അജിത് ചോദിച്ച ചോദ്യം ഇതാ, നിങ്ങളുടെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ സംഘം അങ്ങനെ ഒരു ഞങ്ങള് അല്ല, അത് മനോജ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നതെല്ലാം കൂടെ വായിച്ചു. സോഷ്യൽ മീഡിയയിലല്ല, കേരളത്തിലെ പ്രമുഖമായ ഒരു പത്രം ഇന്ന് നിങ്ങളുടെ ഓഫീസിലെ ഒരു പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന ചില സൂചനകളടക്കം വാർത്ത കൊടുത്തു. ഒരു പ്രമുഖ പത്രം, അത് 100% ഒരു ഓൺലൈൻ മീഡിയ കൊടുത്തു. 100% തെറ്റാണ്. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. എന്തിന്? അതായത് ഇന്ന് കേരള കൗമുദി പത്രത്തിൽ അല്ലേ മനോജ് കൗമുദിയല്ലേ കേരള കൗമുദി പത്രത്തിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാർത്ത നിങ്ങൾ പ്രചരിപ്പിക്കുന്നു, അതാണ് വിഷയം. 2, ഞങ്ങൾ ഹണി ട്രാപ്പ് നടത്തിയോ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയോ ഗൂഢാലോചന നടത്തിയോ നേരത്തെ ഒരു ടീമിനെ വെക്കുകയോ അവിടെ മൊത്തം ഒളിക്യാമറ വെക്കുകയോ ഞങ്ങളെല്ലാം കൂടെ ഈ ശശീന്ദ്രനെ പുറകെ ഇങ്ങനെ നടക്കുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു പത്രപ്രവർത്തകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സോഴ്സാണ്. ആ സോഴ്സ് ഞാൻ പറയട്ടെ ആ സോഴ്സ് പറയാത്തിടത്തോളം ആ സ്ത്രീയുടെ വിവരങ്ങൾ ഞാൻ വെളിപ്പെടുത്തില്ല. അത്രമാത്രമേ ഉള്ളൂ. അത് ഒഫീഷ്യലി വെളിപ്പെടുത്തേണ്ട സമയത്ത് തീർച്ചയായിട്ടും വെളിപ്പെടുത്തുകയും ചെയ്യും. ജുഡീഷ്യൽ കോർട്ടിൽ സത്യത്തിൽ വെളിപ്പെടുത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ മാധ്യമങ്ങൾ ഓഡിയോയുടെയും വീഡിയോയുടെയും പുറകെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവില്ല, ഒരു കാലത്തും ഉണ്ടാവില്ല. അല്ല, വൃത്തികേട് ചെയ്യാത്ത രാഷ്ട്രീയ നേതൃത്വം മതി. വൃത്തികേടുകൾ ചെയ്യാത്ത രാഷ്ട്രീയ നേതൃത്വം മതി. ശ്രീ അജിത് കുമാർ സർ, താങ്കൾ പ്ലീസ് താങ്കളുടെ ഒട്ടേറെ ചാനൽ ചർച്ചകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ മാന്യനായ ഒരു പത്രപ്രവർത്തനായിട്ടാണ് ഇതേവരെ കരുതിയിരുന്നത്. പക്ഷേ മംഗളം വാരിക കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പരിക്കുകൾ ചില്ലറയല്ല, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇത് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വിപത്തുകൾ എത്രയാണ് എന്ന് ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തതിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരാഗ്രഹിച്ചത് കേരള സമൂഹത്തിൽ ഒന്ന് മന്ത്രി ഒരു ഭരണാധികാരി
എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ, എങ്ങനെ ഒരു സ്ത്രീയോട് സംസാരിക്കരുത് എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അതുകൊണ്ട് ഇത് തമസ്കരിച്ചിരുന്നെങ്കിൽ ഇവിടെ ആരോപണം ഉണ്ടാകുമായിരുന്നു. മാധ്യമ ചുമതലക്കാർ കോടികൾ കോടികൾ വാങ്ങിക്കൊണ്ട് ഇത് തമസ്കരിച്ചു, കോടികൾ വാങ്ങിക്കൊണ്ട് തമസ്കരിച്ചു എന്നുമുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ഇത് മാധ്യമ സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീയോട് ഒരു മന്ത്രി ഭരണാധികാരിയാണ്, അധികാരിയാണ്, നമ്മൾ തിരഞ്ഞെടുത്താണ്. ആ തിരഞ്ഞെടുത്ത മന്ത്രി എങ്ങനെ ഒരു സ്ത്രീയോട് സംസാരിക്കരുത് എന്നതിന്റെ ഉദാഹരണമാണിത്. ജെന്യൂൻ ആയിട്ടുള്ള പരാതിക്കാരിയായിരുന്നെങ്കിൽ ഈ മാധ്യമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരുന്ന ഓഡിയോ ഇന്ന് നിയമത്തിന് മുമ്പിൽ എത്തിയാണ്. ഇതിനകത്ത് ഈ മന്ത്രി ഇത്തരത്തിലൊരു സംഭാഷണം നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായും ആ മന്ത്രിയോട് അങ്ങനെ ഒരു വിശദീകരണമെങ്കിലും ചോദിക്കണ്ടേ എന്ത് സംഭവിച്ചതെന്നുള്ളത്. ഇവിടെ കേൾക്കും. ഞാൻ ഈ വിഷയത്തില് മന്ത്രിയുമായി സംസാരിച്ചതാണ്. ഇപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരാൾ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല, മന്ത്രി ഇങ്ങനെ തന്നെത്താൻ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്താൽ ഉള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ജനങ്ങളെതിരാകുക മാത്രമല്ല, ദൈവദോഷവും ഉണ്ടാവും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളാണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്യരുത്. ഈ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയക്കാരെ ആണേലും സിനിമാക്കാരെ ആണേലും ഒക്കെ നമുക്ക് നേരിടുന്നതിലും അവരെല്ലാം നന്നാക്കിയെടുത്ത് നന്നാകുന്ന ആളുകൾ മാത്രം ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നതൊക്കെ നല്ല കാര്യമാണ്. അതിന് ഞാനും പിന്തുണ നൽകുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇങ്ങനെ നന്നാക്കി കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കും എന്നുള്ളതാണ്. ഒരു തമാശ പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. വഴിയെ നടന്നത് ഒരു തമാശ അല്ല പറഞ്ഞത് എന്നുള്ളത് യാഥാർത്ഥ്യമായി അംഗീകരിക്കണം. അല്ല, ഇതിലിപ്പോൾ ഞാൻ കേട്ടിടത്തോളം ഒരു വലിയ ഒരു രാജ്യദ്രോഹ പ്രവർത്തനം ആണ് ആ ഭാഗത്തുനിന്ന് വന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ സാധാരണയുള്ളൊരു കാര്യം എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് മന്ത്രി ആകണമെന്നില്ല. ആരെങ്കിലും സംസാരിക്കുമ്പോൾ താങ്കളത് കേട്ടോ? അത് കേട്ടോ. അത് എനിക്ക് മന്ത്രിയാണെന്ന് തോന്നിയിട്ടില്ല. അത് മന്ത്രിയാണെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും ഉണ്ടല്ലോ, മനുഷ്യനാണ്. അത് ഞാൻ അങ്ങോട്ട് പറയാം. എന്തോ നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ആളാണോ? മനുഷ്യൻ മന്ത്രിയാകുമ്പോൾ ഇത് ഞാൻ പറയട്ടെ, ഏതൊരു സ്ത്രീയോടും മനുഷ്യൻ മന്ത്രിയാകുമ്പോൾ നിയന്ത്രണങ്ങൾ വേണം. മന്ത്രി ഈ തരത്തിൽ സംസാരിക്കാൻ പാടില്ല. എല്ലാ സ്ത്രീകളോട് എന്തും പറയാവുന്ന ഈ തരത്തിൽ സംസാരിക്കുന്നതിലൊരു തെറ്റില്ല എന്ന് പറയുന്ന ഒരു പുരുഷ മേധാവിത്വത്തിന്റെ ഒരു സംഗതിയാണ് ഇവിടെ കണ്ടത്. ഇങ്ങനെ ഒരു സ്ത്രീയോട് എന്തും പറയാം, അങ്ങനെ പാടില്ല. ശ്രീ എൻ പി ചക്കുട്ടി, നമുക്ക് വളരെ സമയം കുറവേ ഉള്ളൂ. ഇവിടെ ശ്രീ ഉഴവൂർ വിജയൻ അത് കേൾക്കുകയും മനുഷ്യനാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകും എന്ന് പറയുകയും ചെയ്തു. ഒരുപക്ഷെ ഇക്കാര്യത്തിലൊരു മാധ്യമ വിമർശനം നമുക്ക് സാധ്യമാണെങ്കിൽ തന്നെയും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വേണ്ട, ഒരു മനുഷ്യൻ അന്യ സ്ത്രീയോട് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ സംസാരിക്കാവുന്ന നിലവാരത്തിലാണോ അദ്ദേഹം സംസാരിച്ചത്? ചാനൽ അത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ച നമ്മൾ ഇത്രയും പൂർത്തിയായി കഴിഞ്ഞു. പക്ഷെ ഒരു മന്ത്രിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സാധനം പുറത്തു വരുമ്പോൾ സ്വാഭാവികമല്ലേ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്? നികേഷ്, അതിനകത്തൊരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഏകപക്ഷീയമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനത് കേട്ടു. അദ്ദേഹം കുറേ നേരമായിട്ട് ഇങ്ങനെ പറയുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ അശ്ലീലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്താണൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ഈ പറയുന്നതല്ലാതെ ഇദ്ദേഹത്തിനോട് മറ്റൊരാൾ എന്തു പറയുന്നു, മാഷേ നിങ്ങൾ ഇങ്ങനെ പറയരുത്, നിങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്, ഇത് ശരിയല്ല എന്ന് ഒരു വാക്കെങ്കിലും മറുഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് അല്ല ഞാൻ ഇനിയും പറയും എന്ന് മന്ത്രി പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മന്ത്രിയുടെ ഭാഗത്ത് തെറ്റാണ്. പക്ഷെ മന്ത്രിയുടെ ഭാഗത്തേക്ക് ഒരു തരത്തിലുള്ള ഒരു നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയരുത് എന്ന ഒരു തരത്തിലോ ഒരു അഭ്യർത്ഥന മറുഭാഗത്തു നിന്ന് വരുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു പ്രോത്സാഹിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പ്രോത്സാഹനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വേറെ ആരോ താല്പര്യം കൊണ്ട് ചെയ്യുന്നതാണ്. ഒരിക്കലും ഒരു പെൺകുട്ടി അങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പൊ ഇത് മൊത്തത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക ഇത് ഏതോ ദുരുദ്ദേശപൂർവ്വം നടത്തിയിരിക്കുന്ന ഇടപാടാണ്. ഇതിനുള്ളിൽ സത്യസന്ധതയില്ല. ഇത് മാധ്യമ പ്രവർത്തനത്തിന്റെ രീതിയല്ല. മന്ത്രിയെ നന്നാക്കാനുള്ള ഉദ്ദേശമല്ല, മറിച്ച് സ്വന്തം പോക്കറ്റ് നന്നാക്കാനുള്ള ചില വിദ്യകൾ മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മര്യാദകേടായിപ്പോയി. ഇനി അഥവാ പ്രോത്സാഹിപ്പിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെ സംസാരിക്കാമോ? ശ്രീ എൻ പി ചക്കുട്ടി,
അത് നമ്മൾ ടെലിവിഷനിൽ കൊടുക്കണ്ട, മാധ്യമങ്ങളിൽ കൊടുക്കണ്ട. പക്ഷേ ഒരു വ്യക്തി പാലിക്കേണ്ട ശുദ്ധി അത് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിച്ചോ? ഞാൻ ചോദിക്കട്ടെ നികേഷ്, നിങ്ങൾ കൊടുങ്ങല്ലൂർ പോയിട്ടുണ്ടോ? കൊടുങ്ങല്ലൂര് പിന്നെ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ചില രീതികളൊക്കെ ഉണ്ട്. അവിടെ ഒക്കെ പാടുന്ന പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. അതൊക്കെ ഉള്ളതാണ്. മനുഷ്യരാകുമ്പോൾ പലതരത്തിലുള്ള വീക്ക്നെസ്സുകൾ ഉണ്ടാവും. ചില സന്ദർഭങ്ങളിൽ പുറത്തു വരും. നമ്മളൊക്കെ പരമാവധി അത് കടിച്ചു പിടിച്ച് നിൽക്കും. പക്ഷേ അത് ചിലപ്പം പുറത്തു വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. അതിൻ്റെ പേര് ഒരാളെ തൂക്കിക്കൊല്ലണമെന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. മന്ത്രി എന്ന നിലയിൽ അല്ലല്ലോ അദ്ദേഹം സംസാരിച്ചത്. അതേ ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക് മറ്റൊരാളോട് സംസാരിച്ചു. അതിനപ്പുറത്തേക്ക് ഞാൻ അതിനെ ഗൗരവമായിട്ട് കാണുന്നില്ല. കാണണമെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി വേണം, അല്ലെങ്കിൽ അവർ പറയണം ഇത് പറ്റില്ല മാഷേ ഇങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെ രാജിവെച്ചതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ അതിന്റെ പേരിൽ ഈ രാജ്യത്തൊരു ബഹളം ഉണ്ടായി. എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ. അതെ ഇപ്പൊ ഇയാളെ പോലെയുള്ളവർ ചാടി വീഴും. അങ്ങനെ വെറുതെ ഇതിന്റെ ലാത്തി ചാർജ് ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു മര്യാദ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. മാധ്യമങ്ങൾക്ക് ശക്തമായ സ്വയം നിയന്ത്രണം അനിവാര്യമാകുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പുതിയ വിഷയം, മാധ്യമ പ്രവർത്തനം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് മാധ്യമ കച്ചവടം ആക്കി ആ വാക്ക് മാറ്റണം എന്നുള്ള അഭിപ്രായമുള്ള ഒരു ചെറിയൊരു വിദ്യാർത്ഥിയാണ്. എൻ്റെ ചോദ്യം അജി സാറോട്, താങ്കൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നു. മംഗളം ചാനൽ ഇവിടെ പ്രസിദ്ധിയാവണം, കുപ്രസിദ്ധിയാവണം എന്നാണ് താങ്കൾ ആഗ്രഹിച്ചത്. ഇന്ന് മാത്രമല്ല, മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെ മന്ത്രിമാർക്ക് ഭാര്യമാരുണ്ട്, കുട്ടികളുണ്ട്. ആ കുട്ടികൾ തൻ്റെ പിതാവിൻ്റെ അശ്ലീല ശബ്ദ ക്ലിപ്പുകൾ കേൾക്കുവാൻ തയ്യാറാണോ? ഉമ്മൻചാണ്ടിയുടെ അശ്ലീല CD കോയമ്പത്തൂരുണ്ടെന്ന് അറിഞ്ഞ് എല്ലാ മാധ്യമ പ്രവർത്തകരും അതിന് പിന്നാലെ കുതിച്ചു പോകാൻ. അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, എന്തൊക്കെയുണ്ടോ അതൊക്കെയുണ്ട്. നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരാണ്. ആ മനുഷ്യരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാതെ അവരുടെ അഭിമാനം പിച്ച് ചീന്താൻ വേണ്ടി മാത്രം ഈ മാധ്യമ പ്രവർത്തനം തരം താഴ്ന്നു എന്ന രീതിയിലേക്ക് മാറി. മന്ത്രിയും മുഖ്യമന്ത്രിയാകുമ്പോൾ അവരുടെ സ്വകാര്യതയ്ക്ക് നിയന്ത്രണമുണ്ട്. അവർ മനുഷ്യരുടെ എല്ലാ ദൗർബല വികാരങ്ങളും കയ്യിൽ വെച്ചുകൊണ്ട് ജനങ്ങളോട് പെരുമാറാൻ പോയാൽ ഈ അനുഭവം കിട്ടും. വിജയൻ ചേട്ടനോടാണ്. ഈ മാധ്യമങ്ങളുടെ കിടമത്സരത്തിനിടയിൽ ഈ സംഭവം ഒരു ഗൂഢാലോചന, താങ്കളുടെ പാർട്ടിയിലുള്ള മറ്റാരെങ്കിലും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയിൽ അദ്ദേഹം പെട്ടുപോയിട്ടുണ്ടെന്ന് താങ്കൾക്ക് സംശയമുണ്ടോ എന്ന് പറയണം. ആരെങ്കിലും സംശയം ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. മറ്റൊരു MLA ഈ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗം അവർ ഈ ഒരു ചാനലിനെ കൂട്ടുപിടിച്ച് ചെയ്തു. ആരെങ്കിലും ഗൂഢാലോചന നടത്തിയ ഉടനെ ഇവര് കൂട്ടുപിടിച്ച് ചെയ്തതിൽ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയാൽ ഉടനെ ഇവര് കൊടുക്കുവോ? കൊടുക്കുകയല്ലോ. അല്ലല്ല, അതല്ല ചോദിക്കുന്നത്. ഗൂഢാലോചന എന്ന് പറയുന്നത് സാധാരണ നമ്മൾ രാഷ്ട്രീയക്കാർ സ്ഥിരം പറയുന്ന ഒരു ഏർപ്പാടാണ്. അതൊന്നും ഇതിൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇവിടുത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം ഈ ചെയ്തത് ശരിയാണോ എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഞങ്ങളാരും ശക്തമായി മറുപടി പറയേണ്ടതായിട്ട് വന്നില്ല. അവസാനിപ്പിക്കുകയാണ് ശ്രീ ഉഴവൂർ. മന്ത്രി ചെയ്തത് ശരിയാണ്, മാധ്യമം ചെയ്തതാണ് തെറ്റ്. അല്ല, മന്ത്രിയും മാധ്യമങ്ങളും രണ്ടു കൂട്ടരും പൊതുജനങ്ങളുടെ ഖജനാവിന്റെ ആനുകൂല്യങ്ങൾ ഇഷ്ടംപോലെ പറ്റുന്നവരാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടരും അവനവന്റെ ധർമ്മം മര്യാദയ്ക്ക് പഠിച്ചാൽ കൊള്ളാം. ഇരയും വേട്ടക്കാരനും ഇല്ലാത്ത രീതിയിലുള്ള വാർത്തകളുമായിട്ട് ഇനി പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ പൊതുജനം തീർച്ചയായിട്ടും ഞങ്ങളുടെ മന്ത്രി ചെയ്തത് ശരിയാണ്, മാധ്യമമാണ് തെറ്റ്. അല്ല, ഇവിടെ ഇപ്പോൾ പൊതുസമൂഹം എന്ന് പറഞ്ഞ ആളുകളാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ഇവരാരും പറഞ്ഞിട്ട് വന്നവരാ. രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ളവരും ഉണ്ടാവാം, അതില്ല എന്ന് പറയുന്നില്ല. അത് കേരളമാണ്, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അവരവരുടെ വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അജിത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സുഹൃത്താണ്. അതുകൊണ്ട് ഈ വികാരം കണക്കിലെടുത്തുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലെങ്കിലും ഒരു ഇത് മാധ്യമ പ്രവർത്തനമല്ല. അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരെ ഏതൊക്കെ അതിരുകൾ അവർ പാലിക്കണം എന്ന ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. ഈ വെളിപ്പെടുത്തലിന് ശേഷം രാഷ്ട്രീയത്തിൽ വന്നൊരു പ്രത്യേകത, ഒരു വാർത്തയുണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും മുഖ്യമന്ത്രിയും അതിന് മുമ്പാണ്. അല്ലെ, അത് ഞാൻ പറയട്ടെ, എനിക്കറിയില്ല. വാർത്ത വന്നു, മന്ത്രിമാരോടും മറ്റും ഫോണിൽ സംസാരിക്കുന്നതും ആൾക്കാരോട് ഇടപെടുന്നതും മര്യാദ പാലിക്കണം, ജാഗ്രത പാലിക്കണം. ഒരു മന്ത്രി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര കൈയടിച്ചാലും ഒരു മന്ത്രി ഒരു സ്ത്രീയോട് അവൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ ഈ തരത്തിൽ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ അത് പത്രത്തിൽ കൊടുക്കും, മാധ്യമത്തിൽ കൊടുക്കും. പക്ഷേ വനിതകൾക്ക് ശക്തമായ ഓംബുഡ്സ്മാൻ സംവിധാനം ഉണ്ടാകേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രേക്ഷകരുടെ നിയന്ത്രണം അതും അനിവാര്യമായിരിക്കുന്നു മാധ്യമങ്ങളുടെ മേൽ. എല്ലാം തുറന്നു വിട്ടു, എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുണ്ട് എന്ന് മാധ്യമപ്രവർത്തകർ വിചാരിക്കുകയും
ഇങ്ങനെയുള്ള കെണികളിൽ സ്വയം വീഴുകയും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പാഠം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ ശ്രീ PM മനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യക്തി നിയന്ത്രണം അനിവാര്യമാണ്. അതുകൂടി ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ചോര തിളക്കുന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിലാണ് ഞങ്ങൾ കൂടിയത്. വിദ്യാർത്ഥികൾ, മാധ്യമ നിരീക്ഷകർ, ഒപ്പം തന്നെ വിശിഷ്ടമായ അതിഥികളും നമ്മളോടൊപ്പം പങ്കുചേർന്നു. എല്ലാവർക്കും നന്ദി. നാളെ വീണ്ടും ഇതേ സമയം കാണുന്നവരെ നമസ്കാരം.